എൻവി സിനിമാസിന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ എൽ ടു എമ്പുരാൻ. സിനിമയുടെ ഇന്ന് 15-ാം ദിവസമാണ് സിനിമയ്ക്ക്. ഇന്ന് പല പുതിയ മലയാള സിനിമകളും തിയേറ്ററിലേക്ക് റിലീസിന് വന്ന ദിവസത്തിൽ എൽ ടു എമ്പുരാൻ്റെ കേരള ട്രാക്കിംഗ് കളക്ഷനായിട്ട് ഏകദേശം 18 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് കേരള കളക്ഷനായിട്ട് 40-50 ലക്ഷം രൂപയുണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ടോട്ടൽ കേരള കളക്ഷനായിട്ട് ഇന്നത്തോടെ സിനിമ 82 കോടി 80 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ടോട്ടൽ 15 ദിവസത്തെ കളക്ഷനായിട്ട് 260 കോടിക്ക് മുകളിലും ഉണ്ടാകുമെന്നും ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മമ്മൂട്ടി നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബസൂക്ക എന്ന മൂവി. സിനിമയുടെ പ്രീ സെയിൽ കളക്ഷനായിട്ട് സിനിമ ഏകദേശം 1,50 ലക്ഷം രൂപയാണല്ലോ നേടിയത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ കേരള കളക്ഷനായിട്ട് ഏകദേശം 3,25 ലക്ഷമാണ് ഉണ്ടാകുക എന്നും ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം 8-9 കോടിക്ക് മുകളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി, അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് മാസ് മസാല മൂവി എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജിന് മുകളിലുള്ള ഒരു തുടക്കമാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് ആവേശത്തോടെ മമ്മൂട്ടി ഈ സിനിമയ്ക്ക് ഫൈനൽ കളക്ഷനായിട്ട് ഏകദേശം എത്ര കോടി രൂപ വരുമെന്ന് അറിയാൻ വേണ്ടി. എല്ലാ കൂട്ടുകാരെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.